ഹേ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ഗെയിമിംഗ് വീഡിയോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ആ ഗെയിമിൻ്റെ പേരാണ് സിനിമ സിമുലേറ്റർ. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ ഗെയിമിൽ ഈ സിനിമ തിയേറ്റർ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ സിനിമ തിയേറ്റർ വാങ്ങാൻ പോവുകയാണ്. നമ്മൾ സിനിമ തിയേറ്റർ വാങ്ങിയിരിക്കുന്നു. അതിന് നമുക്കൊരു പുതിയ സിനിമ തിയേറ്ററിന് പേര് കൊടുക്കണം. അത് നമുക്കൊരു റാഫ്റ്റ് ഗെയിമിംഗ് Ito lang yan naman mo ya. തിയേറ്റർ. അപ്പോൾ നമ്മളെ സിനിമ തിയേറ്ററിൻ്റെ ഓണറായിരിക്കുന്നു ഗൈസ്. നമുക്ക് നേരെ സിനിമ തിയേറ്ററിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാം. എൻട്രി ചെയ്യുമ്പോൾ തന്നെ കുറേ വേസ്റ്റാണുള്ളത്. ഈ വേസ്റ്റിനെല്ലാം നമുക്ക് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി സിനിമ തിയേറ്റർ സെറ്റ് ചെയ്യാം. സിനിമ തിയേറ്റർ ഒന്ന് വൃത്തിയാക്കി. നമുക്ക് സിനിമ തിയേറ്റർ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ മൂവീസ് ഇടണം. അപ്പോൾ മൂവീസിൽ ലൈസൻസ് വേണം. നമ്മളെ ക്യാബിലോട്ട് പോയി നമുക്ക് കമ്പ്യൂട്ടർ നോക്കി നമുക്ക് കുറച്ച് മൂവി ലൈസൻസുകൾ വാങ്ങാം. നമ്മളതിൽ ഇപ്പോൾ $500 ഉള്ളൂ. അപ്പോൾ ഇതിൽ $350 മാക്സിമം പേയ്മെൻറ്റ് ഈ സിനിമ വാങ്ങാൻ പറ്റും. 25 രൂപ ഇതാ. പക്ഷേ നമ്മൾ ഒരു $30 ഇതിൽ ഇട്ടേക്കണത്. നമുക്ക് ഇതിൽ ഈ സിനിമയ്ക്ക് ഷോ അറേഞ്ച് ചെയ്യാം. ഒരു 9 മണിക്കൊരു ഷോ, 4 മണി വരെ ഒരു ഷോ, 5 മണി തൊട്ടിട്ടുണ്ട് ഒരു ഷോ. ഓക്കെ, നമ്മൾ ഷോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പോയി നമുക്ക് നമ്മളെ തിയേറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. തിയേറ്റർ ഓപ്പൺ. ഇവന് കുറച്ച് സ്പീഡ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗായ്സ്, വെൽക്കം. അതിന് കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യാം. കസ്റ്റമേഴ്സ് ആരും വന്നില്ലെങ്കിൽ ഇന്ന് നമ്മൾ നഷ്ടക്കച്ചവടത്തിൽ വീട്ടിൽ പോയത്. അപ്പോൾ തിയേറ്ററിൽ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യാം. കസ്റ്റമേഴ്സ് കമോൺ. അതാ ഒരാൾ വരുന്നു ഗായ്സ്. വന്നുകൊണ്ടിരിക്കുന്നു. സിനിമ തിയേറ്റർ അയാൾക്ക് വേണ്ടത് 9 മണിക്ക് ബീൽ. 9 മണിക്ക് ബീലാണ് വേണ്ടത്. 9 മണിക്ക് ബീൽ. ഓക്കെ, ടിക്കറ്റ് പൈസ ഒക്കെ തരൂ. എത്ര രൂപയാണോ അതിന് ബാക്കി കൊടുക്കേണ്ടത്? നമ്മൾ ചേഞ്ച് കൊടുക്കാനൊന്നും ഇല്ലല്ലോ. സോറി. ഇനി 9 മണിക്ക് എവിടെയായാലും മതി. എന്താ നമുക്ക് ഏക്ക് തന്നെ കൊടുത്തേക്കാം. ഉടനെ ആരംഭിക്കുന്നതാണ് ഗൈസ്. പെട്ടെന്ന് വരും. 2 പേരെ വന്നപ്പോൾ തന്നെ നമുക്കിപ്പോൾ $210. അതാ വീണ്ടും 2 പേര് വരുന്നുണ്ട്. 9 മണിക്ക് 2 എണ്ണം ഏയിൽ വേണം. ബാക്കി ഒന്നുമില്ല. സ്നാക്ക് വേണമെന്ന് ഇവിടെ മനുഷ്യൻ പൈസ എടുക്കില്ല. സ്നാക്ക് റൈറ്റ്. മൂവ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിരിക്കുന്നു ഗായ്സ്. നമുക്ക് ഓടിപ്പോയി മൂവ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എന്താണ് കസ്റ്റമേഴ്സ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നു. ഞാൻ പോയി മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. ഓടെ. മൂവ് സ്റ്റാർട്ട്. തുറക്ക് സീസായി. സ്റ്റാർട്ട് മൂവി. നമ്മൾ ആദ്യത്തെ മൂവി സ്റ്റാർട്ട് ചെയ്തു ഗായ്സ്. ഓക്കെ. ഇത് കുറേ ട്യൂട്ടോറിയലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഈ ഗെയിം അറിയാം, പിന്നെ എന്തിനാണ് ട്യൂട്ടോറിയൽ? അയ്യോ, വീണ്ടും കസ്റ്റമേഴ്സ്. ഇവർ 1 മണിക്കുള്ള ഷോയ്ക്ക് വന്നേക്കണേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അവർ കഴിഞ്ഞ് തീരട്ടെ. എത്ര മണിക്കാ? 2 എണ്ണം എവിടെയെങ്കിലും മതിയാ? 2 എണ്ണം എവിടെയെങ്കിലും മതി. എവിടെയെങ്കിലും മതിയെങ്കിൽ നമുക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കൊടുക്കാം. അവിടെ നിന്ന് കാണട്ടു. പൈസ $40. 2 ഓട്ടം കൊടുക്കുക. ക്ലാസ് 3 എണ്ണം എവിടെയെങ്കിലും മതിയാ? 1 എണ്ണം എവിടെയെങ്കിലും മതിയെങ്കിൽ ഇവരെ എടുത്തോട്ടെ. $100. ബൈ.
ഒരെണ്ണം ബിയിലാ. ബിയിലെ ഫ്രണ്ട്സ് പൈസ ചെയ്യാൻ നോക്കാതെ $30. ഓക്കെ വെൽക്കം. രണ്ടെണ്ണം എവിടെയെങ്കിലും ഇവരടുത്തോട്ടൊക്കെ ഇരുന്നു. ഒന്നുമില്ലേ ഒട്ട്. വെയിറ്റ് നമുക്ക് നമ്മളെ സിനിമ തിയേറ്ററിലെ മൂവി എങ്ങനെ ഓടുന്നുണ്ടെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും കാണാനില്ല. പൈസ നിങ്ങൾ വല്ല കാണുന്നുണ്ടാ? ഒന്നും കാണാനില്ല. അയ്യോ കസ്റ്റമേഴ്സ് വെയിറ്റിംഗ്. നമ്മുടെ സിനിമ കണ്ടുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് ആയിട്ട് വഴി നോക്കി പോകും. ഒരെണ്ണം എവിടെ എയില്ല. ഓക്കെ അയ്യോ എ ഫുള്ളായി പോയി ഗൈസ്. നമുക്ക് ബി കൊടുത്തു നോക്കാം. ഇങ്ങനെ വാങ്ങുമോ? വാങ്ങാൽ വലിയ ഉപകാരം. വീട്ടില്ലാത്തോണ്ടല്ലേ. സീലല്ലേ? സീലൊരെണ്ണം. ഓക്കെ കൊടുത്തു. ഈ കാർഡാണ് ഈസി സത്യം പറയാം. പൈസ അടച്ചിട്ട് കൊടുത്താൽ മറ്റേത് ചേഞ്ച് കൊടുക്കണം. പൈസ വാങ്ങണം. ഞാൻ പൈസ വാങ്ങിച്ചാൽ മതി. 570 അത് വേറെ കാര്യം. അതല്ലേ എന്താ പോയി വേസ്റ്റ് ബിന്നിലൂടെ ഉണ്ടല്ലോ. ഈ കുൻ്റെ പോലെ കസ്റ്റമേഴ്സിൻ്റെ വയ്യൊരു കളി. സീല് ഒരെണ്ണമല്ലേ? എത്ര പേരുണ്ട്? 3 പേരെ. 1 2 3 പേര്. ക്യാഷ് നമുക്ക് ചൂടെടുക്കണം. ഈ $60 ഗൈസ്. നമുക്ക് അപ്പോൾ $660. നമുക്ക് തിയേറ്ററിൽ ഇപ്പം എന്തരായി? ഇപ്പോൾ ഇവിടെ ഇരിക്കുക സ്ഥലമില്ല. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇരിക്കുക സെറ്റപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് കസ്റ്റമേഴ്സ് നമുക്ക് ബുക്ക് ചെയ്തായിട്ടൊന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാം. ബുക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മൂവി ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മൂവി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. സ്റ്റാർട്ട് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഗൈസ്. അടുത്ത സിനിമ നമ്മൾ 1 മണിക്കുള്ള ഷോ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വെയിറ്റ് ചെയ്യൂ. സത്യം പറഞ്ഞാൽ തിയേറ്റർ ഏകദേശം ലാഭത്തിൽ ഓടുന്നുണ്ട് കേട്ടോ. തിയേറ്റർ നോക്കുകയാണെങ്കിൽ ലാഭത്തിൽ ഓടുന്നുണ്ട്. ഇത് എവിടെ പോകണം? നമുക്ക് അടുത്ത പോയി സെറ്റ് ചെയ്യാം. കുറേ ഗൈസ്, കുറേ പേരുണ്ടല്ലോ. കുറേ പേരുണ്ട്. എവിടെയാണ്? 2 1 PM 2. സോറി സാധനം തോന്നുന്നു. നമുക്ക് അങ്ങനെ അടുത്ത സമയത്തേക്ക് തരാം. 4 മണിക്കുള്ളതിൽ തരാം. 2 എവിടെ ബുക്ക് ചെയ്ത് തരാം. കാണും സമയവും പൈസ പോയി അല്ല. ഇന്ന് 5 PM സീല. സി എവിടെ? മൂന്നെണ്ണം പൈസ എവിടെയെങ്കിലും മതി. 2 എവിടെയെങ്കിലും പോയി എവിടെ അടുത്തോട്ടാന്ന് കോൺ. എണ്ണം ഏയില്ല. നമുക്ക് ഇവിടോട്ട് ചെയ്യാം. പൈസ പോയപ്പോ അതാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പൈസ ഉണ്ടാക്കണേ. കുറേ പേര് വാങ്ങുന്നുണ്ട്. കുറച്ച് പേർക്ക് സീനുണ്ടോ? കുഴപ്പമില്ല. ഒരെണ്ണം എവിടെയെങ്കിലും മതിയാ. ഏയിലോട്ട് തന്നെ. അയാളൊക്കെ വാങ്ങുന്നുണ്ട്. അവർക്കൊന്നും പൈസ ഒരു വിഷയം. ഇങ്ങനെ ഞങ്ങൾ പൈസ കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല. കൂട്ടിയെല്ലാം ഇട്ടിട്ടു. അല്ല പൈസ കൊടുക്കുന്നു. സിനിമ ഓടുന്നുണ്ടോ? കസ്റ്റമേഴ്സ് ഒന്നും എന്നാലും നമുക്ക് സിനിമ ഓടുന്നുമ്പോൾ ഓടുന്നുണ്ട്. കസ്റ്റമേഴ്സിനൊക്കെ ചെയ്യാം. ഒരു കളായിട്ടൊക്കെ
3 സീലല്ലേ? സീ ഫുള്ളായി പോയി. നമുക്കൊരു 7 തരാം ഞാൻ. ചോദിച്ചു. വേറെ വഴിയില്ല പൈസ കൊണ്ട്. ഓ യു സീസ് റോങ്ങോ? സോറി ഗൈസ്, അവിടെയൊക്കെ തരാൻ പറ്റുമോ? സീറ്റ് വേണ്ടേ? നിങ്ങൾ താമസം അറിയാന്നിട്ട് സീറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ നമ്മൾ സിനിമ ലെവല് 30, 100-ല് 30. അയ്യോ, നമ്മളൊരു കാര്യം മറന്നുപോയി, വൃത്തിയാക്കിയില്ല. പൊല്യൂഷൻ റേറ്റിംഗിൽ കണ്ട 85%. എവിടെയൊക്കെയാണ് അത് വൃത്തിയാക്കാനുള്ളത്? ഇപ്പം നീ എല്ലാം കൂടെ ഞാൻ ഇന്ന് ഓടി ഓടി ചാവും. കസ്റ്റമേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്യും, ഇതൊക്കെ വൃത്തിയാക്കി കൊടുക്കുക. എവരാണ് ഇവിടെ? കാണിച്ചേക്കാം. പുതിയ സിനിമ തുടങ്ങാറായി, പാവപ്പെട്ടവർക്ക് കൊടുത്തതുമില്ല. വല്ല കാര്യം എന്തായാലും നമുക്ക് സിനിമ ഓടാൻ ഞാൻ തന്നെ ഒരു മിക്കവാറും പോകുമെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. സോറി. അപ്പം ഇന്ന് ആ സിനിമയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഇത് കോട്ട കഴിഞ്ഞു. അപ്പം ഇനി കോട്ട നോക്കേണ്ടി വരും. നമുക്കിവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്യാം. ഈ എപ്പോഴും ഇങ്ങനെ ആയിക്കിടന്ന ആൾക്കാർ വരില്ല. തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റൂല്ലേ? ഇവിടെയൊന്നും വൃത്തിയാക്കേണ്ട കാര്യമില്ല. പിന്നെ എവിടെയാണ്? എന്നിട്ട് 90% പൊല്യൂഷൻ റേറ്റ് എവിടെയാണാ? ഞാൻ കാണുന്നില്ല വേസ്റ്റ്. എന്താ വേസ്റ്റ്? തിയേറ്ററിന്റെ അകത്ത്? അയ്യോ, നമ്മൾ അത് മറന്നുപോയി. തിയേറ്ററിന്റെ അകത്ത് വേസ്റ്റാണ്. ഓടി. എന്റെ പൊന്നെ, അതേ ഉള്ളൂ ഇവിടെ. പോക്കണതല്ലേ വെച്ചിട്ട് അറയിലാണ് കിട്ടുന്നത്. വീട്ടിൽ കൊണ്ടുകൂടെ ബാക്കി കുഴഞ്ഞ് ഒമ്പോ എന്തൂണ്. തിയേറ്റർ മൊത്തം ഇത് തന്നെയുണ്ട്. നമ്മൾ ആ കാര്യം മറന്നു പോയി. സിനിമ തിയേറ്റർ റേറ്റ് 25%. ഇനി ഇവർ ഇടയ്ക്ക് വല്ല എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടോ. പിന്നെ അത് നോക്കിപ്പോ ഇവിടെയുണ്ടോ? 10% ആയി. അല്ല പിന്നെ സെറ്റ് 5%. ഏകദേശം കുറച്ചായി കഴിഞ്ഞു. ഇവിടെ എവിടെയാണ് എന്തെങ്കിലും ഇതന്നെ കാണാനൊന്നുമില്ല. ഓക്കെയാണ്. ഇവരെത്ര മൂവി ഇല്ല. അതില്ല ഞാൻ പറഞ്ഞ സാറേ, നമുക്ക് ക്ലോസ് ചെയ്യാമെങ്കിൽ. വെറുതെ വന്ന് പറ്റിച്ചു പോയാൽ അഴിയാൻ കിട്ടൂല. തിയേറ്റർ ക്ലോസ് ആയി. ഒരു കൂടെ കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പം നമുക്കിന്നിപ്പം $990. വെയിറ്റിംഗ് ഏരിയക്ക് $750. സ്നാക്ക് ഏരിയ 750. നമുക്കിപ്പോൾ വെയിറ്റിംഗ് ഏരിയയുടെ ആവശ്യം. കാരണം ആൾക്കാരെല്ലാം വെയിറ്റിംഗ് ഏരിയയാണ് പറയണത്. ഒന്നീ നമ്മൾ ഇപ്പോൾ വാങ്ങണം. നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നീട് സെറ്റ് ചെയ്യാം. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു മൂവി വാങ്ങിച്ചാൽ 2 തിയേറ്ററിലല്ലോ.
ഇത് കഴിയട്ടെ. രണ്ടാമത്തെ തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ $2,500 അതും കൂടെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മളെ ലാസ്റ്റ് മൂവിയും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഈ നാളത്തെ കോട്ട. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതെല്ലാം കമൻറ്റിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.